പ്ലസ് ടു കഴിഞ്ഞു, ഇനി എന്താണ്? ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് അല്ലെ. പ്ലസ് ടു കഴിഞ്ഞു, ഇനി എന്ത് എന്നുള്ളത്. CBSEയുടെ പ്ലസ് ടു റിസൾട്ട് ഇന്നലെ അനൗൺസ് ചെയ്തു. അതുപോലെ കേരള സ്റ്റേറ്റ് സിലബസിന്റെ പ്ലസ് ടു റിസൾട്ട് 21st അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പ്ലസ് ടുവിന് ശേഷം ഇനി എന്ത് എന്നുള്ളത് പലർക്കും സംശയമായിട്ടും കൺഫ്യൂഷൻ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. പ്ലസ് ടുവിന് ശേഷം ഏറ്റവും മികച്ച കോഴ്സുകൾ ഏതാണ്, ഏറ്റവും സ്കോപ്പുള്ള കോഴ്സുകൾ ഏതാണ്, ഇത്തരം സ്കോപ്പുള്ള കോഴ്സുകൾക്ക് ഏറ്റവും മികച്ച ക്യാമ്പസുകൾ ഏതാണ്, എവിടെ പഠിച്ചാലാണ് നല്ല രീതിയിലുള്ള പ്ലേസ്മെന്റും കരിയറും സക്സസ് ആകുക, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസും സംശയങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾക്കും അതുപോലെ ഏറ്റവും ബെസ്റ്റ് കരിയർ ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കോഴ്സുകൾ ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ഇപ്പം വന്നിട്ടുള്ളത് ഇത് മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇന്നലെ CBSE പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു. 21st കേരള സ്റ്റേറ്റ് സിലബസിലെ പ്ലസ് ടുവിന്റെ റിസൾട്ട് വരാൻ പോവാണ്. ബാംഗ്ലൂരിലെ മികച്ച കോളേജുകളൊക്കെ വളരെ നേരത്തെ തന്നെ പ്രീ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ മുതൽ തന്നെ പ്രീ ബുക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബാംഗ്ലൂരിലെ പല കോളേജുകളും സീറ്റുകൾ ഫുള്ളാണ്, അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റേജിലാണ്. നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ഏത് തന്നെ ആവട്ടെ, ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കണം. ഒരു കാരണവശാലും ഡിലേ ആവരുത്. കാരണം ഓൾറെഡി ഏറ്റവും മികച്ച ക്യാമ്പസുകളൊക്കെ തന്നെ ക്ലോസിംഗ് സ്റ്റേജിലാണ്. ഇനി റിസൾട്ടും കൂടെ വന്നതുകൊണ്ട് തന്നെ ബുക്കിംഗ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡിസിഷൻ എടുത്തിട്ട് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ₹1 സർവീസ് ചാർജ് ഇല്ലാതെ, ഒരു തേർഡ് പാർട്ടീസിന്റെയും ഇൻവോൾവ്മെന്റ് ഇല്ലാതെ, ഡയറക്റ്റ് ആയിട്ട് ഒരു പറ്റിക്കപ്പെടലുകൾക്കോ ചൂഷണങ്ങൾക്കോ വിധേയമാകാതെ നേരിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ എടുത്തു തരാനുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസിഷൻസ് ഡിലേ ആകാതെ, ഒരു കൺഫ്യൂസ്ഡ് മൈൻഡോട് കൂടി ഇരിക്കാതെ, നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണം. കോളേജിന്റെ അക്കൗണ്ടിലേക്ക് ₹10,000 അടച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. അടക്കുന്ന ₹10,000 നിങ്ങളുടെ ഫീസിലേക്കുള്ള അഡ്വാൻസ് പേയ്മെന്റ് ആണ്. അതായത് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് നല്ല കോളേജുകളിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, നല്ല കോളേജിൽ പഠിക്കുന്ന അതേ ഫീസ് കൊടുത്തുകൊണ്ട് തന്നെ പൊട്ട കോളേജുകളിലോ ആവറേജ് കോളേജുകളിലോ അഡ്മിഷൻ എടുക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ ഏറ്റവും മികച്ച കോളേജുകളിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഡിലേ ആക്കാതെ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റിവെച്ച് ഒരു ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തുകൊണ്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക. നല്ല കോളേജുകളുടെ വിശേഷങ്ങളും കോഴ്സുകളുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഒരിക്കൽ കൂടെ CBSE റിസൾട്ട് വന്ന് വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം 21-ാം തീയതി റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ബെസ്റ്റ് ഓഫ് ലക്കും വിഷ് ചെയ്യുന്നു. പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് മാനാഫ് സൈനിങ് ഓഫ്.